മാധ്യമ സുഹൃത്തുക്കളെ കാണണം എന്നാഗ്രഹിച്ചത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ശ്രീമാൻ KC വേണുഗോപാൽ എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ ഒരു മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ സന്തോഷം. KC വേണുഗോപാലിൻ്റെ മാനനഷ്ട കേസിനെ ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. 2004 മുതൽ 2009 വരെയാണ് രാജസ്ഥാനിൽ നിന്നുള്ള ശിശ്രാം ഓല ക്യാബിനറ്റ് മിനിസ്റ്ററായിരുന്നു കൊണ്ട് മൈനിങ്ങിൻ്റെ ചുമതല ഏറ്റെടുത്തത്. ആ മൈനിങ്ങിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം രാജ്യവ്യാപകമായി വിവിധങ്ങളായിട്ടുള്ള സ്റ്റേറ്റുകളിൽ കോടികളുടെ തീവെട്ടിക്കൊള്ള നടത്തി എന്നുള്ള ആരോപണം വിവിധങ്ങളായിട്ടുള്ള പാർട്ടികളുടെ നേതാക്കന്മാർ ഉന്നയിച്ചിട്ടുള്ളത് ചരിത്രത്തിലെ രേഖകളാണ്. ആരും അത് മറന്നിട്ടില്ല. പിന്നീട് കോൺഗ്രസ്സിന് തന്നെ ക്യാബിനറ്റ് അദ്ദേഹത്തെ മൈനിങ്ങിൻ്റെ മിനിസ്ട്രി ആ ചുമതലയിൽ നിന്ന് മാറ്റേണ്ട സാഹചര്യമുണ്ടായി. പിന്നീട് അദ്ദേഹത്തിന് കുറേ നാൾ ചുമതല ഇല്ലാതെ ഇരിക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തിനൊരു 3 മാസം 4 മാസത്തോളം അദ്ദേഹം ചുമതലയിലിരുന്നു. അത് ലേബർ മിനിസ്റ്ററായിട്ടാണ് കൊടുത്തത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉന്നയിച്ച കാര്യങ്ങളുടെ രേഖയില്ലാതെ ഒരു കാര്യവും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയാൻ താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഏത് രീതിയിലും എന്ത് കേസും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സ്ഥലത്തോ എവിടെ വേണമെങ്കിലും കൊടുക്കാൻ UDFൻ്റെ സ്ഥാനാർത്ഥിയോട് ഞാൻ അതിനെ ഏറെ സ്വാഗതം ചെയ്യുന്നു എന്നറിയിക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഒരുമിച്ച് കണ്ടത്. കേരളത്തിൽ കാസർഗോഡ് ജില്ല മുതൽ അങ്ങോട്ട് തുടങ്ങി ഈ ധാതു ഖനനം. കാസർഗോഡിൽ കിനാനൂർ കരിന്തളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ബോക്സൈറ്റിൻ്റെ ഖനനമുണ്ടായത്. ആ ബോക്സൈറ്റിൻ്റെ ഖനനം അവിടെ നല്ല രീതിയിൽ നടത്തി പൊതുമേഖലാ സ്ഥാപനമായി നിലനിർത്തിക്കൊണ്ട് ധാരാളം ജോലിക്കാർ ജോലി ചെയ്യുകയും ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് ആ ധാതുവിനെ വിൽപ്പന ചെയ്യാം എന്ന് മനസ്സിലാക്കുകയും ചെയ്ത അന്നത്തെ പാർട്ടിയുടെ ചില നേതാക്കന്മാർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാർ തന്ത്രപൂർവം അവിടെ നിന്ന് ബോക്സൈറ്റ് കൊണ്ടുപോയത് ചൈനയിലേക്കാണ്. ചൈനയിലേക്ക് ബോക്സൈറ്റ് ഗോവ തുറമുഖത്തിലൂടെയാണ് കൊണ്ടുപോയത്. വലിയ വ്യവസായ പ്രമുഖന്മാരുമായിട്ട് കരാറുണ്ടാക്കിയിട്ട് ആ ബോക്സൈറ്റ് പുറത്തേക്ക് കടത്തിയപ്പോഴാണ് കാസർകോട്ടെ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ, സഖാക്കൾ, അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് പരാതി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് തൊഴിലാളികൾ സമരം നടത്തുന്നു. ആ തൊഴിലാളികൾ എല്ലാവരും കൂടി സമരം നടത്തിയിട്ടും അവരുടെ നേതാക്കന്മാരുടെ മുന്നിൽ ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചിട്ടും ഒരു നടപടിയുമില്ലാതായ സമയത്ത് മറ്റു രാഷ്ട്രീയക്കാരുമായിട്ട് അവർ ബന്ധപ്പെടുന്നു. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് പൗരസമിതി രൂപീകരിക്കുന്നു. എന്നിട്ടും കേസന്വേഷണം എവിടെയും എത്താത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കമ്പനി പൂട്ടിക്കെട്ടിയ അവസ്ഥയിൽ നിൽക്കുകയാണ്. അവിടെ നിന്നാണ് പാലക്കാട് മലബാർ സിമെൻസിലേക്ക് ആവശ്യമായിട്ടുള്ള ചില ധാതുക്കൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ മലബാർ സിമെൻസിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ധാതു അത് കാസർഗോഡിൽ നിന്ന് കിട്ടുമ്പോൾ അവർക്കത് ലാഭകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. പകരം എന്ത് സംഭവിച്ചു? ആ പൊതുമേഖലാ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷണം വരുന്നു, വിജിലൻസ് അന്വേഷിക്കുന്നു, വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കുന്നു. പിന്നെ ഒരന്വേഷണവുമില്ല, ഒരു രേഖയുമില്ല, ഒരു കേസുമില്ല എന്നുള്ള രീതിയിൽ കാസർകോട്ടെ ഖനനത്തിൻ്റെ കഥ അവിടെ നിൽക്കുകയാണ്. കമ്പനി പൂട്ടിക്കെട്ടിയിരിക്കുന്നു. ഇങ്ങോട്ട് വന്നാൽ കണ്ണൂർ ജില്ലയിൽ മാങ്ങാട്ടുപറമ്പിലും മാടായിപ്പാറയിലും നമ്മുടെ രാജ്യം ചർച്ച ചെയ്ത രീതിയിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാലത്ത്
അതായത് ഷാരോൺ എന്ന് പറയുന്ന ഒരു പഴയ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനി. ആ കമ്പനി പിന്നീട് EMS വന്നപ്പോൾ പറഞ്ഞു ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാക്കിയാൽ നന്നായിരിക്കും, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സ്ഥാപനത്തെ വളർത്തണം. അങ്ങനെ ഒരു സാഹചര്യം വളർത്തിക്കൊണ്ടുവന്ന ഒരു കമ്പനിയായിരുന്നു മാങ്ങാട്ടുപറമ്പ്. അതുപോലെ തന്നെ കണ്ണൂരിലെ മാടായിപ്പാറ പ്രദേശത്തെല്ലാം തന്നെ ഈ ചൈനാക്കളെ ധാരാളമായിട്ടുണ്ട്. അങ്ങനെയാണ് KCCPL എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായത്. ആ KCCPLൻ്റെ സ്ഥിതി എന്തായി? അതെങ്ങനെയാണ് പൂട്ടിക്കെട്ടിയത്? അത് കേരളത്തിലെ ജനങ്ങളോട് ചോദിച്ചിട്ടാണോ ഇപ്പോൾ അവിടെ മലബാർ ഇന്നൊവേഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നത്? ഈ മലബാർ ഇന്നൊവേഷൻ സെൻറ്ററിൻ്റെ ആളുകൾ ആരാണ്? എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബക്കാരനുമായിട്ടുള്ള നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസും ഇടപെട്ടുകൊണ്ട് മലബാർ ഇന്നൊവേഷൻ സെൻറ്ററിന് കൈമാറിയിട്ടുള്ളത്? ഈ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ കണ്ടുപിടിച്ചു മഹാരാഷ്ട്രയിൽ വലിയൊരു കമ്പനിയുണ്ട്, MSP കമ്പനി. ആ MSP കമ്പനിയുമായിട്ട് ഇടചേർന്നുകൊണ്ട് അവരുമായിട്ട് കരാറുണ്ടാക്കിക്കൊണ്ട് എളമരം കരീം ചക്കിട്ടപ്പാറയിൽ വലിയ ഒരു ഖനനം നടത്താൻ തീരുമാനിക്കുന്നു. ഈ ഖനനം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അയണോർ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതിനെതിരെ ജനങ്ങൾ സംഘടിക്കുന്നു, വലിയ സമരങ്ങൾ ഉണ്ടാകുന്നു. ആ സമയത്താണ് വിജിലൻസ് അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDFിലെ ചില നേതാക്കന്മാർ രംഗത്ത് വരുന്നു. വിജിലൻസ് അന്വേഷിക്കുന്നു. അതിൻ്റെ ഒരു കോപ്പി ഞാൻ സുഹൃത്തുക്കൾക്ക് എൻ്റെ വാട്സപ്പിലൂടെ ഞാൻ അയക്കുന്നുണ്ട്. അതിൻ്റെ കോപ്പി ഞാനത് വരുന്ന സമയത്ത് എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ആ വിജിലൻസ് അന്വേഷണം എവിടെയാണ് അട്ടിമറിക്കപ്പെട്ടത്? ആരാണ് സഹായിച്ചത്? എളമരം കരീമിൻ്റെ ഡ്രൈവറുടെ കയ്യിൽ ഡ്രൈവർ തന്നെയാണ് മൊഴി കൊടുത്തത്, കാറിൽ 1.5 കോടിയിലധികം വരുന്ന തുകയുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ചരിത്രത്തിൻ്റെ രേഖകളായി നിലനിൽക്കുകയാണ്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ഇതിനൊരു സാഹചര്യം ഉണ്ടാകുന്നു. 2004 മുതൽ 2009 വരെ ഈ ശിശ്രാം ഓല കേന്ദ്രമന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് ചില മീറ്റിങ്ങുകൾ നടക്കുകയും ആ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കരിമണൽ കർത്ത ഇവിടെ ധാരാളം സ്ഥലം വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അവർ പ്രതീക്ഷിച്ചത് 2009 ശേഷവും ഇതേ ക്യാബിനറ്റ് മിനിസ്റ്റർ തന്നെ അധികാരത്തിൽ തുടരും എന്നായിരുന്നു. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഈ കേരളത്തിൽ എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട ആലപ്പുഴയിലെ ഓട്ടോകാസ്റ്റ് കമ്പനി എത്ര വലിയ കമ്പനിയായിരുന്നു, എത്ര നല്ല കമ്പനിയായിരുന്നു. ഒരുപക്ഷേ കർണാടകയിലെ HSIL-നേക്കാൾ വലിപ്പമുള്ള ആക്കാൻ സാധിക്കുന്ന, വിപണി സാധ്യത കണ്ടെത്താൻ സാധിക്കുന്ന, കുപ്പികൾ നിർമ്മിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കമ്പനി. എങ്ങനെയാണ് അത് പൂട്ടിയത്? അതിന് കൊടുക്കാനുള്ള അസംസ്കൃത വസ്തു ഇല്ല എന്ന് പറഞ്ഞിട്ടല്ലേ. സിലിക്ക മണൽ കിട്ടാത്തതിൻ്റെ പേരിലാണ് മറ്റൊരു കമ്പനിയുണ്ട് ഇവിടെ ആലപ്പുഴയിൽ. ആ കമ്പനിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിക്കുകയുണ്ടായി. ആ പ്രദേശത്ത് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആലപ്പുഴയിലെ എക്സൽ ഗ്ലാസിനെ പൂട്ടിക്കെട്ടിയ പോലെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞത് ഓട്ടോകാസ്റ്റ് ലിമിറ്റഡ് എന്നാണ്. ആലപ്പുഴയിലെ ഓട്ടോകാസ്റ്റ് ലിമിറ്റഡ് അത് കേന്ദ്രം തന്നെ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടികളിലെ ബോഗികളിൽ ഉണ്ടാക്കുന്ന ചക്രമുണ്ടല്ലോ, ആ ചക്രം നല്ല രീതിയിൽ നമുക്കിവിടെ ഈ കമ്പനിയിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതിന് കേന്ദ്രത്തിൻ്റെ ഒരു ടീം ആലപ്പുഴയിലേക്ക് വന്നു, അന്വേഷിച്ചു. ആ കേന്ദ്ര ടീം അന്വേഷിച്ചപ്പോൾ അവിടെ കണ്ടെത്തിയത് ആ കമ്പനിയിലെ ഉപകരണങ്ങളുണ്ടല്ലോ, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് മോഡേണൈസേഷൻ ചെയ്യണം എന്നുള്ളതാണ്. എക്യുപ്മെൻറ്റ്സ് മോഡേണൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 10 വർഷം മുമ്പ് കേന്ദ്രം പറഞ്ഞിട്ടും 10 കോടി രൂപ നമ്മൾ വകയിരുത്തിയിരുന്നുവെങ്കിൽ ആ കമ്പനി ഇന്ന് പൂട്ടിക്കെട്ടേണ്ട സ്ഥിതി ഉണ്ടാകില്ലായിരുന്നു. അവിടെ നമുക്ക് ആലപ്പുഴയിലെ ഈ ഓട്ടോകാസ്റ്റ് ലിമിറ്റഡിനകത്ത് ധാരാളം ഇതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു. കമ്പനി പൂട്ടി. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത് എക്സൽ ഗ്ലാസിനെ കുറിച്ചും. അപ്പോൾ ആലപ്പുഴയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും കമ്പനികളും ഒരു ഭാഗത്ത് പൂട്ടിക്കെട്ടുമ്പോൾ ഇവിടുത്തെ വമ്പൻ മുതലാളിമാരെ കൂടെ ചേർത്തുകൊണ്ട് അവർക്കാവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് വെറുതെ ഇരിക്കുകയായിരുന്നില്ല എന്നാണ് ഞാൻ റിപ്പോർട്ടറുമായി ഉണ്ടായ രാവിലത്തെ അഭിമുഖത്തിൽ, അതായത് ഒരു ചായ കുടിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തിയ സമയത്ത് ആ പരിപാടിയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി കേസ് കൊടുത്തു എന്ന് പറയുകയുണ്ടായി. അത് മാധ്യമ സുഹൃത്തുക്കളോട് തീർച്ചയായിട്ടും അതിനെ ഞാൻ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടി. പിന്നെ ഉഗാണ്ടയിലല്ല മിസ്റ്റർ KC വേണുഗോപാൽ ഈ ജുൻജുനു മണ്ഡലം. താങ്കൾക്ക് രാജ്യസഭാ സീറ്റ് കിട്ടിയിട്ടുള്ള ജുൻജുനു ഉണ്ടല്ലോ, അത് ഉഗാണ്ടയിലല്ല, ഇന്ത്യയിലെ തന്നെ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ഒരു പ്രദേശമാണ്. ഇവിടെ യാത്ര ചെയ്യുന്ന ആളുകളും രാജസ്ഥാനിൽ പോകാൻ സാധിക്കുന്നവരും അവിടെ പൊതുപ്രവർത്തനം ചെയ്യുന്നവരും ഒക്കെ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് എന്നുള്ള ഒരു ധാരണയും ബോധ്യവും അങ്ങേക്ക് വേണം. മാത്രവുമല്ല ചില അന്വേഷണങ്ങളൊക്കെ വരാനുണ്ട്.
ആ അന്വേഷണങ്ങൾ വരുമ്പോൾ ദുബായിലേക്ക് താങ്കളൊക്കെ എത്ര തവണ യാത്ര ചെയ്യുന്നു? അത് നമ്മുടെ ഭാരതത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയായിരുന്നോ? കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നോ? ഇതെല്ലാം തന്നെ തത്ത പറയുന്നത് പോലെ പറയേണ്ട ഒരു സാഹചര്യം താങ്കൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. ഇവിടെ തൊഴിലില്ലാതെ പാവപ്പെട്ടവൻ്റെ കുട്ടി രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് അവൻ 12 മണി വരെയും 1 മണി വരെയും ഉറക്കമുളച്ചിരുന്ന് പഠിച്ച് അവന് റാങ്കും കിട്ടി. അവൻ നന്നായിട്ട് അവന് പരീക്ഷയിൽ മാർക്കും വാങ്ങിയിട്ട് PSCയിൽ വരുന്ന സമയത്ത് 3 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് പിൻവാതിൽ നിയമനം നടത്തിക്കൊണ്ട് ഇവിടെ ഈ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങളോട് നിങ്ങൾക്ക് നീതിയില്ല, ഇവിടുത്തെ ചെറുപ്പക്കാരോട് നിങ്ങൾക്ക് നീതിയില്ല. പോലീസ് ഉദ്യോഗം കിട്ടേണ്ട കുട്ടികളാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ മുട്ടിലിഴഞ്ഞുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും നിങ്ങൾക്ക് സമയമില്ല. നിങ്ങളിവിടെ കേരളത്തിൽ അഴിമതിയുടെ കാര്യം പറഞ്ഞാൽ പരസ്പര സഹായ സഹകരണ മുന്നണിയായിട്ട് ഇടതുപക്ഷവും അതുപോലെ തന്നെ UDFും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അധികകാലം ജനങ്ങളെ കബളിപ്പിക്കാൻ നിങ്ങൾക്കിനി സാധിക്കില്ല എന്നതിൻ്റെ സൂചന ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ.